ശ്രീലക്ഷ്മി ജ്യോതിഷാലയം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ അറിവുകൾ ലഭിക്കുവാൻ താൽപ്പര്യമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി അമർത്തി ഈ ചാനലിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 2025 മാർച്ച് 29 ശനി മാറുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ 2 ചെയ്തിരുന്നു. അതിൽ പറയുന്ന ഈ കണ്ടകശനി, ഏഴര ശനി, അഷ്ടമശനി, ജന്മശനി ഇതെല്ലാം എന്താണെന്നും ഇതിൻ്റെയൊക്കെ ഫലങ്ങളും ആണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആയുസ്, കുടുംബം, പാശ്ചാത്യ വിദ്യാഭ്യാസം, നീചപ്രവൃത്തികൾ, ദുഃഖം, ദുരിതം ഇവയുടെയൊക്കെ കാരകനാണ് ശനി. മകരം, കുംഭം, തുലാം ഈ രാശികളിലൊഴികെ ഏത് രാശിയിൽ ശനി നിന്നാലും ആ ഒരു ഭാവത്തിന് ദോഷം ചെയ്യും. ശനി മിക്കവാറും കഷ്ടഫലത്തെ ചെയ്യുന്ന ഗ്രഹമാണെങ്കിലും ഇഷ്ടഭാവസ്ഥിതനും ബലവാനുമാണ് ആ ശനിയെങ്കിൽ ധനലാഭം, കീർത്തി, ഗ്രഹലാഭം, സ്ഥാനപ്രാപ്തി മുതലായ ഗുണാനുഭവങ്ങൾ നിർലോഭം നൽകുന്ന ഗ്രഹമാണ്. ഉച്ചക്ഷേത്രം, മൂലക്ഷേത്രം, സ്വക്ഷേത്രം ഇവയിൽ സ്ഥിതി ചെയ്യുന്നതും ഉച്ചത്തിൽ അംശകം ചെയ്യുക, ശുഭയോഗം ചെയ്ത് ബലവാനായി ഇഷ്ടസ്ഥാനത്ത് നിൽക്കുക ഈ വിധത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനിയാണെങ്കിൽ ഒരു ദോഷവും ചെയ്യുന്നതല്ല. ശനി എന്ന ഗ്രഹം അതിനെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ബന്ധനം, ഇരുമ്പ് സംബന്ധമായ തൊഴിൽ, കാരാഗ്രഹം, ഓർമ്മക്കുറവ്, കറുപ്പുനിറം, ശാസ്താവ്, വാതവ്യാധി ഇവയൊക്കെ. ചാരവശാൽ ശനി സഞ്ചരിക്കുന്ന കാലത്തെക്കുറിച്ചാണ് ഇനി ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യമായി ഏഴര ശനി. ഒരു ജാതകൻ്റെ നക്ഷത്രം നിൽക്കുന്ന രാശി അനുസരിച്ച് 12, 2, 1 ഭാവം, അതായത് ഈ 3 ഭാവങ്ങളിൽ 12ാം ഭാവം, 2ാം ഭാവം, 1ാം ഭാവം അല്ലെങ്കിൽ ലഗ്നം എന്ന് പറയുന്ന ആ ഒരു ഭാവം, ഈ സ്ഥാനത്ത് അല്ലെങ്കിൽ ഈ ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോഴാണ് ഏഴര ശനി എന്ന് പറയുന്നത്. അതായത് ശനി ജന്മലഗ്നത്തിലും അല്ലെങ്കിൽ ജന്മക്കൂറിലും അതിൻ്റെ 12ാം ഭാവത്തിലും അതിൻ്റെ 2ാം ഭാവത്തിലും ഇങ്ങനെ 3 രാശികളിലായി തുടർച്ചയായി സഞ്ചരിക്കുന്ന കാലത്തിനാണ് ഏഴര ശനി എന്ന് പറയുന്നത്. ശനി ഒരു രാശിയിൽ നിൽക്കുന്ന ദൈർഘ്യം 2.5 വർഷമാണ്. അതനുസരിച്ച് ഈ 3 രാശികളിലും കൂടി, അതായത് 12, പിന്നീട് ജന്മക്കൂറ് വരും 1ാം ഭാവം, പിന്നെ 2ാം ഭാവം, അങ്ങനെ 3 ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന ആ ഒരു കാലം അത് 7.5 വർഷമാണ്. അപ്പോൾ 7.5 വർഷം തുടർച്ചയായി ഈ 3 ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് അതിനെ ഏഴര ശനി എന്ന് വിളിക്കുന്നത്. ഇനി ഏഴര ശനിയുടെ ഫലം എന്താണെന്ന് നോക്കാം. അന്യദേശവാസം, ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനോ ഒക്കെ വേണ്ടി അന്യദേശവാസം, വിദേശവാസം, എന്തെന്നില്ലാത്ത ഒരു അലച്ചിൽ, ധനം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ കടമൊക്കെ കിട്ടാനുള്ളത് അത് തിരികെ കിട്ടാതിരിക്കുന്ന ഒരവസ്ഥ, ചെയ്യാത്ത കാര്യങ്ങൾക്കൊക്കെ അപവാദം കേൾക്കേണ്ടി വരിക ഇത്യാദി ഫലങ്ങളൊക്കെയാണ് ഏഴര ശനിക്കാലത്ത് കണ്ടുവരുന്നത്. എന്നാൽ ഏഴര ശനിക്കാലത്ത് വിവാഹം നടക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ നടക്കുന്ന വിവാഹം അതിന് ശേഷം ചിലപ്പോൾ എന്തെങ്കിലും വിരഹം അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ട് താമസിക്കേണ്ടി വരിക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ദുരിതം, അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളും കണ്ടുവരാറുണ്ട്. ഏഴര ശനിയുടെ ഏറ്റവും കഷ്ടമായ സമയം ജന്മരാശിയിൽ ശനി നിൽക്കുന്ന സമയമാണ്. അതായത് 1ാം ഭാവത്തിൽ 12ൽ നിൽക്കുന്ന കാലവും കാഠിന്യം കുറച്ച് കൂടുതലുള്ളതാണ്. ഒടുവിൽ 2ൽ നിൽക്കുന്ന ആ ഒരു കാലം, അതായത് 2ാം ഭാവത്തിൽ നിൽക്കുന്ന ആ ലാസ്റ്റ് 2.5 വർഷം
ആണ് കുറച്ച് കഷ്ടതകളൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് തോന്നുന്നത്. അടുത്തതായി കണ്ടകശനി. ജന്മക്കൂറിൻ്റെ 4, 7, 10 എന്നീ ഭാവങ്ങളിൽ ശനി സഞ്ചരിക്കുന്ന കാലം കണ്ടകശനി എന്ന് പറയപ്പെടുന്നു. ശനി 4-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ സഞ്ചരിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് ദുരിതം, ഭാര്യ പുത്രാദികൾക്ക് അരിഷ്ടത, കുടുംബത്തിൽ കലഹം, വീട് വിട്ട് താമസം എന്നീ ഫലങ്ങളാണ് കാണാറുള്ളത്. ജന്മക്കൂറിൻ്റെ 7-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലത്ത് കളത്രപുത്ര വിരഹം, ജോലി സംബന്ധമായിട്ടോ മറ്റോ വീട് വിട്ട് താമസിക്കുകയോ വിദേശ ജോലിക്കായി അന്യദേശത്ത് പോകുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം. മനക്ലേശം, കാര്യസാധ്യക്കുറവ്, ധനനാശം ഇവയൊക്കെ ഇതിൻ്റെ ഫലമായി കാണാറുണ്ട്. അടുത്തതായി ജന്മക്കൂറിൻ്റെ 10-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലം കർമ്മവിഘ്നം, അതേ തുടർന്നുള്ള കഷ്ടാനുഭവങ്ങൾ, എത്ര ശ്രമിച്ചാലും കാര്യങ്ങൾക്കൊന്നും ഒരു ഉയർച്ചയുണ്ടാവാതെ ഇരിക്കുക, ഇങ്ങനെയുള്ള ദോഷഫലങ്ങൾ ഉണ്ടാകും. 7-ര ശനിയും കണ്ടകശനിയും ആയുസ്സിൻ്റെ ദൈർഘ്യമനുസരിച്ച് ജീവിതത്തിൽ 1, 2 ഇല്ലെങ്കിൽ 3 തവണയൊക്കെ സംഭവിക്കാറുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ കാഠിന്യം കാണിക്കുന്നത് യൗവനകാലത്തുണ്ടാകുന്ന 7-ര ശനിയും കണ്ടകശനിയുമാണ്. അടുത്തത് അഷ്ടമശനി. ജന്മലഗ്നത്തിൻ്റെ 8-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലം ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കേണ്ടി വരുന്ന ഒരു കാലമാണ്. ഇതിനെയാണ് അഷ്ടമശനി എന്ന് പറയുന്നത്. 7-ലും 8-ലുമായി തുടർച്ചയായി 5 വർഷം ശനി സഞ്ചരിക്കുന്ന കാലത്തെ കണ്ടകശനി എന്നു കൂടി പറയാറുണ്ട്. ആശുപത്രി ദർശനം, വീഴ്ച, മുറിവ്, ആവശ്യത്തിന് കയ്യിൽ പണമില്ലാത്തൊരവസ്ഥ, കടബാധ്യത, ബന്ധുവിരോധം, പരാജയം, ദൈവാധീനക്കുറവ്, മനക്ലേശം, കളത്രപുത്രാദികളെ കൊണ്ട് ക്ലേശം എന്നീ ഫലങ്ങളൊക്കെയാണ് ഈ സമയത്ത് ഉണ്ടാവുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ഓരോ ശനി ദോഷങ്ങളും അല്ലെങ്കിൽ ആ ഒരു കാലത്തെ ഫലങ്ങളുമെല്ലാം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല അനുഭവത്തിൽ വരുന്നത്. ഈ ദോഷഫലങ്ങളുടെ എല്ലാം കാഠിന്യം അത് കുറഞ്ഞും കൂടിയും ഇരിക്കുന്നത് ഓരോ ജാതകൻ്റെ ഗ്രഹനിലയിൽ ശനി ഇരിക്കുന്ന ആ ഒരു സ്ഥാനം കൂടി അനുസരിച്ചായിരിക്കും. അപ്പം പറയുന്ന ദോഷങ്ങളെല്ലാം എല്ലാവർക്കും ഒരേപോലെയാണ് അനുഭവത്തിൽ വരുന്നത് എന്ന് ചിന്തിക്കരുത്. അതുപോലെ തന്നെ ഈ ദോഷഫലങ്ങളുടെ എല്ലാം കാഠിന്യം കുറയ്ക്കുവാനായി ഒരുപാട് നേർച്ചകളും വഴിപാടും ദൈവപ്രീതിയും വരുത്തുന്നത് മൂലം സാധിക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം ഒരുപാട് പണം ചെലവാക്കി വഴിപാടുകൾ നടത്തണം എന്നുള്ളതൊന്നുമല്ല. നിത്യേനയുള്ള പ്രാർത്ഥന വീട്ടിൽ തന്നെ ഒരു പണച്ചെലവുമില്ലാതെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് നിത്യേനയുള്ള പ്രാർത്ഥന. അതിൽ ശനീശ്വര സ്തോത്രം ജപിക്കുന്നത് വളരെ ഗുണകരമാണ്. ദോഷഫലങ്ങളെല്ലാം മാറാനും ശനീശ്വരനെ പ്രീതിപ്പെടുത്താനും സഹായകരമാണ്. അതുപോലെ അമ്പലത്തിൽ വഴിപാട് നടത്തണം എന്നുള്ളവർക്ക് ശാസ്താവിൻ്റെ നീരാഞ്ജനം നടത്താം. ശനിയാഴ്ച തോറും എള്ളുതിരി കത്തിക്കാം. ഇതെല്ലാം വളരെ ചെറിയ വഴിപാടുകളാണ്. ഇത്രയും മതിയാവും. നമ്മളെക്കൊണ്ട് എന്താണോ കഴിയുന്നത് അത് പണം ചെലവാക്കി ചെയ്യാൻ കഴിയുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അതിനേക്കാളൊക്കെ നമ്മൾ മനസ്സ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനാണ് ഏറ്റവും ഫലം കൂടുതൽ ലഭിക്കുക. അതുകൊണ്ട് എല്ലാ ദിവസവും പ്രാർത്ഥന ഒരു ശീലമാക്കുക. അത് വീട്ടിലിരുന്നുകൊണ്ടാവാം, ഇല്ലെങ്കിൽ അമ്പലത്തിൽ പോകാൻ പറ്റുന്നവർക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാവുന്നതാണ്.